പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല, എ.ഐ.സി.സി സെക്രട്ടറി ടി.എൻ. പ്രതാപൻ എന്നിവരെക്കുറിച്ചുള്ള 30 മിനിറ്റ്സ് ബയോഗ്രഫി എന്ന പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലാണ് ഒരേ ദിനം ഒരേ വേദിയിൽ 3 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യപ്പെട്ടത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ലോകത്ത് പുസ്തക വായനയിൽ വിപ്ലവം സൃഷ്ടിച്ച 5 മിനിറ്റ്സ് ബയോഗ്രഫി എന്ന ആശയത്തിന് സമാനമായാണ് 30 മിനിറ്റ്സ് ബയോഗ്രഫി എന്ന മലയാള ആശയത്തിന് തുടക്കമിട്ടത്. പ്രമുഖ പുസ്തക പ്രസാധകരായ ഹരിതം ബുക്സ് ആണ് ഇതിനു പിന്നിൽ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല, എ.ഐ.സി.സി സെക്രട്ടറി ടി.എൻ. പ്രതാപൻ എന്നിവരുടെ ജീവിത ചരിത്രമാണ് എളുപ്പത്തിൽ വായിക്കാവുന്ന 30 മിനിറ്റുകളുള്ള 3 പുസ്തകങ്ങളാക്കി ഒരേ ദിനം ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത്. എഴുത്തുകാരൻ കൂടിയായ ഡോക്ടർ എസ് ലാൽ പ്രകാശനം നിർവഹിച്ചു. 30 മിനിറ്റ്സ് ബയോഗ്രഫി എന്ന സീരീസ് മാധ്യമപ്രവർത്തകനും ജയ്ഹിന്ദ് ടിവിയുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡുമായ എൽവിസ് ചുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെയാണ് പറയാൻ കാരണം, ഓരോ വർഷവും താൻ വായിച്ച പുസ്തകങ്ങൾ പരസ്യപ്പെടുത്തുന്ന ഒരു പുസ്തകപ്രേമി. പുസ്തകവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ പുസ്തകത്തുള്ള പ്രേമവും പ്രണയവും തന്നെയാണ് മകനെ ശ്രേഷ്ഠ ബുക്സിൽ ഘടിപ്പിച്ചത്. മൂന്നാമത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്നെ സ്വീകരിക്കാൻ വരുമ്പോൾ പൂച്ചെണ്ടുകൾ വേണ്ട, പകരം പുസ്തകങ്ങൾ മതിയെന്ന് പറഞ്ഞ ശ്രീ ടി.എൻ. പ്രതാപൻ. 3 പേരും പുസ്തകത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇത് തിളക്കം കൂടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കുറിച്ച് ടോണി ചിറ്റേട്ടുകളും എഴുതിയ പുസ്തകം പ്രദീപ് നെന്മാറയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഡോക്ടർ പ്രദീപ് കറ്റോട് എഴുതിയ പുസ്തകം അഡ്വക്കേറ്റ് ഹബീബ് ഖാന് നൽകി പ്രകാശനം ചെയ്തു. അതേസമയം എ.ഐ.സി.സി സെക്രട്ടറി ടി.എൻ. പ്രതാപനെക്കുറിച്ച് ഡോക്ടർ എൻ.എസ്. അബ്ദുൽ ഹമീദ് എഴുതിയ പുസ്തകം എഴുത്തുകാരി ബിജിലി അനീഷിന് നൽകിയും ഡോക്ടർ എസ് ലാൽ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ വിനോദ് വിഷ്ണുദാസ് രചിച്ച ഏകലവ്യൻ എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. എം.എ. ഷഹനാസ് അധ്യക്ഷത വഹിച്ചു. ഹരിതം ബുക്സ് ഉടമ പ്രതാപൻ തായാട്ട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.